നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ അങ്ങനെ എപ്പോഴാണ് ഉണരുക വെച്ചാൽ അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ജോലി എന്ന് പറയുന്നത്. മുറ്റടിച്ച് വാരണം. വലിയ മുറ്റായതുകൊണ്ട് തന്നെ കുറച്ചധികം മുറ്റുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം എടുക്കും മുറ്റടിച്ച് വാരി കഴിയാനൊക്കെ ആയിട്ട്. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ ഒരു സ്ഥിരം ജോലിയാട്ടെ ഈ മുറ്റടിച്ച് വാരലും അടിച്ചു വാരി തുടയ്ക്കലും. ഇവിടെ വരുമ്പോഴൊരു പെർമനൻറ്റ് ജോലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ മുറ്റടിച്ചു വാരലൊക്കെ ഏകദേശം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇതാ ഒരാളെ എണീറ്റിട്ടുണ്ടേ നീവിക്കുട്ടൻ അപ്പോഴേക്കും എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിതാ ചായ കുടിക്കാൻ പോവാണ്. ഇന്ന് ചായക്കുള്ളത് ഉപ്പുമാവാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവും നമ്മുടെ കട്ടൻ ചായയായിരുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ പാത്രം എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചകൾക്കും പക്ഷികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന പാത്രമാണ് കേട്ടോ. ഇത് നമ്മൾ ബാക്കി വന്ന ചോറൊക്കെ ഇട്ട് വയ്ക്കും. അപ്പോൾ ഇവന്മാരൊക്കെ വന്ന് അത് കഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഒരുത്തൻ്റെ കഴിഞ്ഞ് ഇത് അടുത്തവൻ വന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചായയൊക്കെ കൊണ്ടിതാ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇരിക്കാറ്. എനിക്ക് ഈ അടുക്കളയുടെ ഭാഗത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ചായയും ചോറൊക്കെ ഇതാ ഇവിടെ വന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഇതാ നേവി ഉണ്ട് കേട്ടോ ഇരിക്കുന്നത്. അവന് ഇതൊന്നും ഉപ്പുമാവൊന്നും കഴിക്കില്ല കേട്ടോ. ചെറിയൊരു ചിപ്സിൻ്റെ പൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചതൊക്കെ, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ എനിക്ക് ഇവിടെ വരുമ്പോഴുള്ളൊരു ശീലമാണ് കേട്ടോ പത്രം വായന എന്ന് പറയണത്. ഇവിടെ ഞാൻ 10ാം ക്ലാസ് ആകുമ്പോഴേ പത്രം വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വായിച്ച് ശീലമായതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേവിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു വലിയ യുദ്ധത്തിലാണ് കേട്ടോ ഞാൻ. അതിന് ശേഷം അവനെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇതാ ഡ്രസ്സൊക്കെ ഇടിയിക്കുന്നു. വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണ്. നമ്മൾ കണ്ണും പൊട്ടൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അവൻ്റെയും ഇന്ത്യയും കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. വല്ല തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ആ സമയം ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഈ നേരത്തൊരു ചോറിന് നിർബന്ധമാണ് കേട്ടോ. കുളി കഴിഞ്ഞൊക്കെ വന്നാൽ ചോറിന് മുതിരക്കറി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, മുട്ട വറുത്തതും, പിന്നെന്താ ബീട്രൂട്ട് തോരനുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എൻ്റെ സ്ഥിരം സ്ഥലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നേവിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനും അവനൊരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. അവന് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവനിപ്പോൾ മണ്ണിലും പുറത്തൊക്കെ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഫുട്ബോളൊക്കെ തട്ടി ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ ഞങ്ങളിങ്ങനെ പുറത്ത് കൂടെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അവനിങ്ങനെ കളിക്കും, അവൻ്റെ കൂടെ ഞാനും കൂടിക്കൊടുക്കേ, അതൊരു രസം. ഇപ്പോൾ അവന് നടക്കാനൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ അവനിപ്പോൾ പുറത്ത് കൂടെ കളിക്കാനൊക്കെയാണ് ഏറെ ഇഷ്ടമുള്ളത് കേട്ടോ. ഇതൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊക്കെ കണക്കാക്കാം കേട്ടോ. അതായത് വീട്ടിൽ വരുമ്പോഴുള്ള എൻ്റെ ഒരു ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. എന്താണെങ്കിലും കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കോമാളിത്തരമൊക്കെ കാണിക്കുന്നത് വേറൊന്നുമല്ല. അവൻ്റെ അച്ചച്ചൻ വരുന്നുണ്ട്, അതായത് എൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അപ്പം അച്ഛനെ കാണുമ്പോഴുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ച് കൂട്ടുകയാണ് കേട്ടോ അത്. അപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോൻ ആദ്യമായിട്ട് ഒരു മനുഷ്യന്മാരെ അച്ഛ അമ്മ എന്നൊന്നും വിളിക്കുന്നത് പകരം അച്ഛനെയാണ് കേട്ടോ അച്ചച്ചാന്ന് വിളിച്ചത്. അപ്പോൾ ഇത് ഒരു സ്ഥിരമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പിന്നാലെ ആയിരിക്കും അവൻ്റെ നടത്തൊക്കെ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഒരു അടുത്ത പണി വരികയാണ്. അടിച്ചൊരു തുടയ്ക്കലാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇവിടെ വൈകുന്നേരമാണ് കേട്ടോ അടിച്ചൊരു തുടയ്ക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എന്ന് പറയുന്നത് ചായ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നും ഒരു കടിയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കടിയൊക്കെ കൊണ്ടുവരാറ്. അപ്പോൾ അതും കൂട്ടിയിട്ട് പുറത്ത് സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ ചായയും കൂടി. പിന്നെ വിളക്ക് കാണിക്കുന്ന നേരമൊക്കെ ആയപ്പോൾ അമ്മമ്മയും കുട്ടിയും കൂടെ വിളക്കൊക്കെ കാണിക്കുകയാണ് കേട്ടോ. എൻ്റെ മോനാണ് ഈ വിളക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിന് ശേഷം ഞാനും അവനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. അവന് കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, കുറിയല്ല ഭസ്മൊക്കെ ഇട്ട് കൊടുക്കുകയാണ്.
ഇവിടെ രാത്രിയാണ് കേട്ടോ മീനൊക്കെ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതാ മീനൊക്കെ വാങ്ങിച്ച് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ചോറ് കഴിക്കുക, അവന് ഫുഡ് കൊടുക്കുക, കിടന്നുറങ്ങുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ് ഞാൻ. അതിന് ശേഷം ഇതാ കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.